നിന്ന് മനസ്സിനെ വിയോഗം ചെയ്യുന്നതാണ്, ശ്രദ്ധ തിരിക്കലാണ്, അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യലാണ് യോഗ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയുള്ള യോഗ അനിർവിണ്ണ ചേതസ, വളരെ ദൃഢതയോടുകൂടി ഉറച്ച മനസ്സോടുകൂടി നീ പ്രാക്ടീസ് ചെയ്താലും അർജുന. അപ്പൊ ഒന്നാമത്തെ യോഗ എന്ന് പറയുന്നത് സമബുദ്ധിയാണ് ഒരർത്ഥം. രണ്ടാമത്തെ യോഗ എന്നുള്ള ശബ്ദത്തിനർത്ഥം എപ്പോഴൊക്കെ മനസ്സ് ദുഃഖങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും ഒക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ മനസ്സിനെ അതിൽ നിന്നും മാറ്റിയെടുക്കണം. അതിന് യോഗ എന്ന് പറയുന്നു. ഇനി മൂന്നാമത് യോഗ എന്ന് പറയുന്നതോ, യോഗം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്, കൂട്ടിച്ചേർക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മളൊക്കെ യോഗത്തിലാണെന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക, കൂട്ടിച്ചേർത്ത് വയ്ക്കുക. യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്നുള്ള ശബ്ദം വരുന്നത്. യുജ് അതിനാണല്ലോ മലയാളം ഏത് വരുന്നത്, യോജിപ്പിക്കുക എന്നുള്ളത്. യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അപ്പൊ മനസ്സിനെ കൂട്ടിച്ചേർക്കണം, മനസ്സിനെ സമബുദ്ധിയിലെത്തിക്കണം, മനസ്സിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണം. ഇങ്ങനെ മൂന്നർത്ഥങ്ങൾ ഏതിനുണ്ട്, യോഗ എന്നുള്ള ശബ്ദത്തിനുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? സാധാരണ നമ്മൾ യോഗ എന്ന് പറയുന്നത് യോഗ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ എക്സസൈസിനാണ്. അതിന് യോഗ ആസന ക്ലാസ് എന്നാ പറയേണ്ടത്. യോഗ ആസനങ്ങളാണത്. ശീർഷാസനം, പത്മാസനം, അങ്ങനെയല്ലേ പറയാ. യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കൺസേൺഡ് വിത്ത് ശരീരം. യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു മൈൻഡ്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുക, മനസ്സിനെ ഉറപ്പിക്കുക, മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കുക. ഇങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പ്രാക്ടീസ് ചെയ്യുന്നു, യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോ ഭഗവാൻ പറയുന്നു, ഇതാണ് നമ്മളെ നിശ്രേയസിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതെങ്ങനെ അറിയാം എന്റെ മനസ്സ് ഉയരുന്നുണ്ടോ എന്നുള്ളത്? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത്യന്ത ഉപരതിർയത്ര, അവർക്ക് ഉപരതി വരും. അവരുടെ മനസ്സിനെ അവർക്ക് ഉപരതി എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കാൻ സാധിക്കും. ഏതിൽ നിന്ന്? ദുഃഖസ്യ സുഖസ്യ. ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അവരുടെ മനസ്സ് സമബുദ്ധിയോടുകൂടി കാണും. അതെങ്ങനെയാ സ്വാമി? ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും ഒരുപോലെ കാണുക. സ്വാമിക്ക് ഒരു ലഡു തരുന്നു, അപ്പൊ മുഖത്ത് സന്തോഷം ഉണ്ടാവും. ചെക്കടത്തൊന്ന് വെച്ച് തരുന്നു, അപ്പോൾ സന്തോഷം ഉണ്ടാവുമോ? അവിടെയാണ് നമുക്ക് വിവേകം വരേണ്ടത്. സന്തോഷം വരുമ്പോഴും നമ്മൾ ഉടനെ മനസ്സിൽ പറഞ്ഞേക്കണം, അതും ഭഗവാന്റെ പ്രസാദമാണ്. ദുഃഖം വരുമ്പോഴും എന്ത് പറയണം? പ്രസാദമാണ്. പക്ഷേ ദുഃഖം വരുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറയില്ല. പറയോ? നിങ്ങളുടെ മകൻ ദുബായിലുണ്ടെന്ന് വിചാരിക്കുക. ആ മകൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതുകയാണ്, എന്തൊക്കെയാണ് അമ്മയെ വേണ്ടത് എന്ന്. ഉടനെ അമ്മയോ നിങ്ങൾ പറയാണ്, ഒന്നും വേണ്ട പുത്ര, എന്നാലും നമ്മുടെ ഒരു ബന്ധുവിന്റെ ഒരു കല്യാണമുണ്ട്, ഒരു നല്ലൊരു ചെയിൻ കിട്ടിയാൽ നന്നായിരുന്നു. ഒന്നും വേണ്ടെന്ന് ആദ്യം എഴുതും, എന്നാലും കിട്ടിയാൽ നന്നായിരുന്നു. അപ്പൊ മകൻ എഴുതുകയാണ്, അമ്മയ്ക്ക് നല്ലൊരു ചെയിനൊക്കെ മേടിച്ചു തരണമെന്ന് എനിക്ക് മോഹമുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കാം. എന്നാലും അമ്മയ്ക്കൊരു പ്രതീക്ഷ, മകൻ കൊണ്ടുവരില്ലേ എന്നുള്ളത്. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പുത്രൻ വരുന്നു. കാറൊക്കെ അടുത്ത് വീട്ടിലെത്തി. അങ്ങനെ അമ്മയ്ക്ക് പുത്രന്റെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പെട്ടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അങ്ങനെ അമ്മ പെട്ടിയൊക്കെ തുറക്കണു. പെട്ടിയൊക്കെ തുറന്നു നോക്കുമ്പം ജ്വല്ലറി ഷോപ്പിൽ പെട്ടി. വളരെ സന്തോഷമായി, മകൻ എത്ര സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതൊക്കെ തുറന്നു നോക്കുമ്പോൾ പുത്രൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ, ഓ പച്ച കല്ലുള്ള മാല. അമ്മ കഴുത്തിൽ വെച്ച് നോക്കി, കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി, എന്തൊരു സ്നേഹമുള്ള പുത്രൻ, ഇങ്ങനെയൊരു പുത്രന് ജന്മം കൊടുക്കാനും ഒരു ഭാഗ്യം വേണേ എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ കഴുത്തിലിട്ടിരിക്കുമ്പോഴാണ് പുത്രൻ പറയുന്നത്, ഇത് നമ്മുടെ ശേഖരൻ ചേട്ടന്റെ വീട്ടിലേൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തന്നയച്ചതാണ്. ഇത് പറയുമ്പോ ആ അമ്മയുടെ മനസ്സുണ്ടല്ലോ, വൃത്തികെട്ടവൻ. നേരത്തെ ഏത് മുഖം കൊണ്ടാണോ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചത്, അതേ മുഖം പിന്നുണ്ടാവുമോ? ഇല്ല. അപ്പൊ ദുഃഖവും സുഖവും ഒരുപോലെ ഇരിക്കുവോ? ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സുഖം വരുമ്പോഴും ഭഗവാന്റെ പ്രസാദം, ദുഃഖം വരുമ്പോഴും ഭഗവാന്റെ പ്രസാദം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പറയുമ്പോണ്ടല്ലോ നമുക്ക് വ്യത്യാസം വരും. എന്താണത്? ഇപ്പോ നമുക്ക് പലർക്കും അത് പറ്റാത്തതിന് കാരണം നമ്മളെ ജീവിതത്തെ പലപ്പോഴും ഉൾക്കൊള്ളുന്നില്ല. സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനല്ല. സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് പ്രതീക്ഷകളല്ല,
സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. കർമ്മഫലങ്ങളാണ് സുഖദുഃഖങ്ങളായി വരുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം സുഖത്തിന്റെ രൂപത്തിലോ ദുഃഖത്തിന്റെ രൂപത്തിലോ എന്നിലേക്ക് വന്നേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വന്നേ പറ്റുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. ഞാനൊരു പന്തെടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് എന്റെ ഡയറക്ഷനിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് എന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ, സുഖരൂപത്തിലോ ദുഃഖരൂപത്തിലോ ആണ് വരുന്നതെങ്കിൽ, ഞാൻ ഇവിടെ ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതി, ഇതെല്ലാം ഭഗവാന്റെ നിയോഗമായി ഞാൻ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ സ്വീകരിക്കാനുള്ള മനസ്സുള്ളവർക്ക് ദുഃഖത്തെയും സുഖത്തെയും ഒക്കെ എങ്ങനെ കാണാം? ഒരുപോലെ കാണാന്ന് പറഞ്ഞാൽ, സുഖം വരുമ്പോൾ വിഷമങ്ങൾ വരും. ഞാൻ പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ ദിവസം, ദുഃഖം വരുമ്പോൾ വേദനകൾ ഉണ്ടാവും. പക്ഷെ ദുഃഖത്തിൽ നമ്മൾ ദുഃഖിച്ച് മുങ്ങില്ല. സാധാരണ ഒരു വ്യക്തിയും ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസവിച്ച സ്ത്രീയെ പോലെയാണ്. ഒരു ആത്മീയ ജീവിതം കൊണ്ട് നടക്കുന്നവർ പ്രസവിച്ച സ്ത്രീയെ പോലെയാണ്. എന്താ പ്രസവിച്ച സ്ത്രീയുടെ പ്രത്യേകത? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് ഉദാഹരണം. അതായത് ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് വേദനയുണ്ട്, എന്തില്ല? ദുഃഖമില്ല. കാരണം അവർക്കൊരു കുട്ടിയെ കിട്ടിയതിലുള്ള സന്തോഷം. ഇതുപോലെ നമുക്ക് വേദനകൾ വരും, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല? ഭഗവാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ആ വേദനയെ താങ്ങാൻ നമുക്കൊരു ശക്തി തരും. അപ്പൊ ദുഃഖവും സുഖവും ഒരുപോലെയാവാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരുപോലെ ആവണമെങ്കിൽ സ്വാമി കാറ്റ് പോകണം എന്ന് വെച്ചാൽ, മരിച്ചവർക്ക് സുഖം തേൻ കൊടുത്താലും തീയിൽ കൊണ്ടുവച്ചാലും അപ്പൊ പറയുന്നത് തെറ്റില്ലേ? ആ പറയുന്നതിന് അർത്ഥം വേണ്ടേ? അപ്പൊ സുഖം വരുമ്പോ, സന്തോഷം വരുമ്പോ ഉടനെ മനസ്സിൽ പറയാൻ സാധിക്കും, ഈ സന്തോഷവും ഭഗവാന്റെ നിശ്ചയമാണ്, ഈ ദുഃഖവും ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കാൻ സാധിച്ചാലല്ലോ വലിയൊരു ഭാഗ്യമാണത്. ഈ ഭാരതത്തിൽ അങ്ങനെയൊക്കെ എത്രയോ ആളുകളുണ്ടായിരുന്നു. വെറുതെ പറയുന്നതല്ല അത്. എന്തു വരുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ ഏത് ദൃഷ്ടിയിൽ കാണണം? ഭഗവാന്റെ പ്രസാദമായിട്ട്. ഗീതയിലെ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറയും, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപചായതേ പ്രസന്നചേതസോഖ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. പ്രസാദേ, നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടോ? ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടോ? സർവദുഃഖാനാം ഹാനി, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാലോ ഭഗവാന്റെ നിശ്ചയമാണ്, അത് ഞാൻ ചെയ്തു വെച്ച കർമ്മഫലമാണ്, അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടതുണ്ട്. ഇതിൽ പരാതി പറഞ്ഞതുകൊണ്ടോ ദുഃഖം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഞാൻ ആരോടും എന്റെ വിഷമം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിൽ നിന്ന് പോവില്ലേ? കുറെ കേട്ട് 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 ഉറപ്പിക്കണം. കുറെ മനസ്സിനെ പരിവർത്തനം വരുത്തണം. പെട്ടെന്നൊന്നും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു പോവാണ് എല്ലാം ഭഗവാന്റെ പ്രസാദമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പല്ല് കടിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കാൻ സാധിക്കില്ല. ക്രമേണ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്തെടുക്കണം. അതിനെന്ത് വേണം? പറയുന്നു, അതിന് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് എവിടേക്കാണ്? അടുത്ത ശ്ലോകം പറയുന്നു, ചേതഖലസ്യ ബന്ധായ മുക്തയേ ച ആത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഭഗവാൻ മുക്തിയെ നിർവചിക്കുകയാണ്. എന്താണ് മുക്തി? എന്താണ് ദുഃഖജീവിതം? ചേത എന്ന് പറഞ്ഞാൽ ചേതസ്. എന്താ ചേതസ് എന്ന് പറഞ്ഞാൽ? ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം. ചേതസ് മനസ്സ്. ഖലു തീർച്ചയായിട്ടും, ബന്ധായ നമ്മളെ ബന്ധിക്കുന്നത് മുഴുവൻ മനസ്സാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത് ശരീരത്തിലേക്കല്ല, മനസ്സിലേക്കാണ്. നമ്മളെ ബന്ധിക്കുന്നത് മുഴുവൻ മനസ്സാണ്. ഇനിയോ നിങ്ങളെ മുക്തിയിലേക്ക് നയിക്കുന്നതും ആരാണ്? മനസ്സാണ്. അപ്പൊ മനസ്സിന് നമ്മളെ ബന്ധിക്കാനും സാധിക്കും, മനസ്സിന് നമ്മളെ മുക്തിയിലേക്ക് നയിക്കാനും സാധിക്കും. മനസ്സൊരു കീ പോലെയാണ്, താക്കോല് പോലെയാണ്. ഒരു വശത്തേക്ക് തിരിച്ചാൽ ലോക്ക് ചെയ്യാൻ പറ്റും, മറുവശത്തേക്ക് തിരിച്ചാൽ ലോക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഒരു തോണിയെ പോലെയാണ് മനസ്സ്. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് എത്തിക്കുന്നതും തോണിയാണ്, അക്കരെ നിന്ന് ഇക്കരയ്ക്ക് എത്തിക്കുന്നതും തോണിയാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിന് ബന്ധിക്കാനും സാധിക്കും, നമ്മുടെ മനസ്സിന് മുക്തമാക്കാനും സാധിക്കും. സംസാര ദുഃഖം തരാനും മനസ്സിന് സാധിക്കും,
സംസാരത്തിൽ നിന്ന് ഉയർത്താനും മനസ്സിന് സാധിക്കും. അപ്പൊ ചോദിക്കുകയാണ്, ഏത് മനസ്സ് നമ്മളെ ബന്ധിക്കും? ഏത് മനസ്സ് നമ്മളെ മുക്തരാക്കും? അറിഞ്ഞിരിക്കണ്ടേ? എന്താ ചോദ്യം? ഏത് മനസ്സാണ് നമ്മളെ ബന്ധിക്കുന്നത്? ഏത് മനസ്സാണ് നമ്മളെ മുക്തരാക്കുന്നത്? ഭഗവാൻ പറയുന്നു, ഗുണേഷു സക്തം ബന്ധായ. ഏത് മനസ്സാണ് ബന്ധിക്കുന്നത്? ഗുണങ്ങളിൽ ആസക്തിയുള്ള മനസ്സ് ബന്ധിക്കും. അപ്പൊ ഗുണം എന്നുള്ള വാക്ക് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു വശത്ത് ആസക്തിയുള്ള മനസ്സ് ബന്ധിക്കും. അപ്പൊ ഏത് മനസ്സ് നമ്മളെ മുക്തരാക്കും? രഥം. രഥം എന്ന് പറഞ്ഞാൽ രതി. രതീവ പുംസി മുക്തയെ. പുംസി എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഇവിടെ പുരുഷനെയാണ് പുംസി എന്ന് പറയുന്നത്. അപ്പൊ പുരുഷനിൽ രതിയുള്ള മനസ്സ് മുക്തയെ, മുക്തിയിലേക്ക് നയിക്കും. അപ്പൊ ഒരു വശത്ത് നമ്മളെ ബന്ധിക്കും, ഒരു വശത്ത് മുക്തിയിലേക്ക് നയിക്കും. അപ്പൊ എന്താ അവിടെ ഗുണം എന്ന് പറയുന്നത്? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഗുണം എന്ന് പറഞ്ഞാൽ അർത്ഥം 3 ഗുണങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അതായത് മനസ്സിന് 3 തരം ബന്ധനങ്ങളേ ഉള്ളൂ. മനസ്സിന് എപ്പോഴും ചിന്തിക്കാൻ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ കാര്യം, അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും പ്രവൃത്തികളുടെയും കാര്യം, ജോലി തുടങ്ങിയുള്ള കാര്യങ്ങൾ. 3ാമത് ഈ മനസ്സിന് ചിന്തിക്കാനുള്ളത് ശരീരത്തിന്റെ കാര്യം. ഇപ്പൊ ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ ജോലികളോ കാര്യങ്ങളോ എന്താ സ്ഥലത്ത് വസ്തുക്കൾ, അങ്ങനെ അർത്ഥമെടുക്കൂ. വസ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യാപ്തി വേണേ, ആ രീതിയിൽ നിങ്ങൾ അർത്ഥമെടുക്കൂ. ഈ 3 ബന്ധനങ്ങളെ മനസ്സിനുള്ളൂ. ഇതിനെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. നാം വേദനകളും വിഷമങ്ങളും ചിന്തിക്കുമ്പോൾ മനസ്സ് തമോ ഗുണത്തിലാണ്. മനസ്സിലെപ്പോഴൊക്കെ ക്രോധവും തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ വരുന്നു, കാമക്രോധങ്ങൾ വരുന്നു, അപ്പൊ മനസ്സ് രജോ ഗുണത്തിലാണ്. എപ്പോ നമ്മൾ അഭിമാനിക്കുന്നുവോ അഹങ്കരിക്കുന്നുവോ അപ്പൊ നമ്മൾ സത്വഗുണത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്, നമ്മുടെ കേമത്വം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഏത് ഗുണത്തിലാണ്. ചിലപ്പോൾ വലിപ്പത്തൊക്കെ പറയില്ലേ നമ്മുടെ ഒരു കല്യാണത്തിന് 2 സ്ത്രീകൾ ചേർന്നിട്ട് ഇങ്ങനെ വലിയ വർത്തമാനം പറയാണ്. എന്റെ മകൻ ഒരു കാർ മേടിച്ചു, മകളിപ്പോ ഒരു കാർ മേടിച്ചു, മരുമകനും കാർ മേടിച്ചു, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വേറെ സ്ത്രീ അവിടെ വന്നിട്ട് പറയും, ഇതിലിപ്പോ അത്ര വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ? ഓരോരുത്തർക്കും ഓരോ കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയാറില്ല. എന്റെ വീട്ടിലെ മഹത്വമൊന്നും ഞാൻ അങ്ങനെയൊന്നും അഭിമാനം വെക്കാറില്ല. പറയുമ്പോ എന്റെ വീട്ടിലുണ്ട് 4 കാറുകൾ എന്ന് ലാസ്റ്റ് അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും അവനവന്റെ അഭിമാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ കേമത്വം പറയുന്നുണ്ടോ, അപ്പൊ നമ്മൾ സത്വഗുണത്തിലാണ്. എപ്പോഴൊക്കെ നമ്മൾ കാമക്രോധ വികാരങ്ങളിലാണോ, ദുഃഖത്തിലൊക്കെയാണോ, അപ്പൊ നമ്മൾ കാമക്രോധ വികാരത്തിലാണോ, അപ്പൊ നമ്മൾ രജോ ഗുണത്തിലാണ്. എപ്പോ നമ്മൾ ദുഃഖിക്കുന്നു, വിഷമം പറയുന്നു, ദീനത പറയുന്നു, വിഷമങ്ങൾ പറയുന്നു, അപ്പോഴൊക്കെ നമ്മൾ തമോ ഗുണത്തിലാണ്. ഇതാണ് മനസ്സിന്റെ ഗുണങ്ങൾ. അപ്പൊ ഈ മനസ്സിന്റെ ഗുണങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തണമെങ്കിൽ രതി എന്ത് വേണം? രതി വേണം. അതുണ്ടല്ലോ സ്വാമി ഞങ്ങൾക്ക് ധാരാളം. ആ രതി അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന രതി പുംസി ആരോട് വേണം? പുംസി എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയോടല്ലേ? ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ട് വലിയ അപകടമാണ്. ആരോടാണ്? ഭഗവാനോട്. ഏത് ഭഗവാനോട്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനോട്. അപ്പൊ ഒരു വശത്ത് ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ മനസ്സിനെ ഉയർത്തും. മറ്റുള്ള വസ്തുക്കളോടും വ്യക്തികളോടുള്ള അടുപ്പം നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു കളയും. അപ്പൊ മനസ്സിനെ ബന്ധിക്കാനും മനസ്സിന് ഉയർത്താനും കഴിവുണ്ടെന്ന് കണ്ടെത്തിയവരുടെ മണ്ണാണ് ഈ ഭാരത മണ്ണ്. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഭ എന്നുള്ള അക്ഷരത്തിന് അറിവ് എന്നാണ്. രഥം എന്ന് പറഞ്ഞാൽ രതിക്കുക എന്നാണ്. അറിവിൽ രതിക്കുന്നവരുടെ മണ്ണാണ് ഭാരതം. അതായത് മനസ്സിനെ ഉയർത്തിയവരുടെ മണ്ണാണ് ഭാരതം. അപ്പൊ ക്രമേണ നമ്മൾ ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും മനസ്സിനെ നമ്മൾ ആരിലേക്ക് നയിക്കണം? ഭഗവാനിലേക്ക്. ക്രമേണ എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. നിങ്ങളൊരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നാമം ജപിച്ചു നോക്കൂ. ഹരേ രാമ ഹരേ രാമ. മിസ് കോൾ എത്ര വന്നു? അപ്പോൾ ഈ മിസ് കോളിന്റെ ചിന്തയാണ്. വീണ്ടും നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലെ എന്തായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോ? സാമ്പാറായിരുന്നു.
ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്നാരെങ്കിലും വരിക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹരേ രാമ ഹരേ രാമ. അലമാരയുടെ താക്കോൽ എവിടെ വെച്ചിരിക്കുന്നത്? ഇങ്ങനെ സമയം 10 മിനിറ്റിനുള്ളിൽ 1000 ചിന്തകൾ എവിടെ വന്നു പോവും? നീക്ക് തോന്നുന്നുണ്ടോ മനസ്സ് സ്വസ്ഥായിട്ടിരിക്കുന്നുള്ളത്? സാധ്യമല്ല. പണ്ട് കൊരങ്ങൻ ഏകാദശി നോറ്റതുപോലെ എന്ന് പറയും. കൊരങ്ങൻ ഏകാദശി നോൽക്കാനൊരു മോഹം. കൊരങ്ങൻ എന്ത് ചെയ്തു? ഒരു പടല പഴമൊക്കെ സംഘടിപ്പിച്ച് മുന്നിൽ അങ്ങോട്ട് വെച്ചു. ഒരു ഇരിപ്പ്. കുറച്ചു കഴിഞ്ഞപ്പോ തോന്നി, ഈ ഇരിപ്പിരുന്നാൽ എന്റെ കൈകളും എന്റെ ചുണ്ടും എന്റെ മുഖമൊക്കെ തളർന്നാൽ എങ്ങനെ പഴം കഴിക്കും ഞാൻ? ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി പഴം അടുത്തേക്ക് വെച്ചു. അപ്പൊ ഒരു ചിന്ത, വേറെ ഏതെങ്കിലും കൊരങ്ങ വന്ന് അടിച്ചുകൊണ്ടുപോയാലോ? ഒരു കാര്യം ചെയ്യാം, വാലുകൊണ്ട് കെട്ടിയിടാന്ന്. അവർക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ, വാലുകൊണ്ട് കെട്ടിയിട്ട് പഴം. കുറച്ചുനേരം ഇരുന്ന് ധ്യാനിച്ചപ്പോ തോന്നി, ഞാൻ ധ്യാനിച്ച് ഉപവസിച്ച് എനിക്ക് ആ പഴത്തോല് ഉരിയാനുള്ള ശക്തിയില്ലെങ്കിലോ? വേണ്ട, ആ തോലൊക്കെ ഒടിഞ്ഞിരിക്കുക. പഴത്തിന് നല്ല വാസന അടിക്കണ്ടേ? അപ്പൊ പിന്നെ ഒരു ചിന്ത, ധ്യാനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ തോന്നി, എനിക്കതെങ്ങാനും എടുത്ത് എന്റെ വായിലേക്ക് എത്തിക്കാൻ ശക്തിയില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, ഒരു പഴം എടുത്തിട്ട് ചുണ്ടിൽ വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒരു ചിന്ത, ഈ പഴം ആരെങ്കിലും അടിച്ചെടുത്തു കൊണ്ടുപോയാലോ? കാരണം ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോ ആർക്കെങ്കിലും തോന്നുമല്ലോ. അത് വായിലിട്ടു. പിന്നെ തോന്നി, ഉപവസിച്ച് വായ തളർന്നാൽ അത് ചവച്ചരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോഴും വിഴുങ്ങിയില്ലേ, ഉപവാസാണേ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ തോന്നി, അത് താഴോട്ട് ഇറക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ തോന്നി, ഏതായാലും നീ ഈ പഴം കഴിച്ച സ്ഥിതിക്ക്. മനസ്സ് അങ്ങനെ ഒരു സാധനമാണ്. വെറുതെ നമ്മളെന്നും അത് ഒരു കാര്യം ശരിയായ വിധത്തിൽ ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വിചാരിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി വെക്കും. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത ചോദ്യം വന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ നിയന്ത്രണത്തിലാവും, നമ്മൾ വിചാരിക്കും നമുക്ക് സ്വസ്ഥതയും ശാന്തിയും തരും, നമുക്ക് സമാധാനം തരും എന്ന് വിചാരിച്ച് നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന മനസ്സ് അവസാനം നമ്മളെ വലിയ കുഴിയിൽ കൊണ്ടെത്തിക്കും. നാം ഒറ്റപ്പെടുന്ന സമയത്ത്, അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യം തരുന്നതിന് പകരം നമ്മളെ വേദനിപ്പിച്ച് താഴ്ത്തി എല്ലാ ദുഃഖവും ദുരിതവും നമുക്ക് തരും. നമ്മൾ അറിയില്ല അത്. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് ലോകത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കണം, പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കാനും സാധിക്കണം. ഇത് രണ്ടും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ കൂടെയും പോവാം, ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ആരുടെ കൂടെയും പോവാം? ഭഗവാന്റെ കൂടെയും. ഇതിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്, പറയണം മോക്ഷം എന്ന് പറയുന്നത്. മനസ്സ് ഭഗവാനിലേക്ക് തിരിക്കണം. അപ്പൊ അതിനെന്താ വഴി? അഹം ഉള്ള വീട്ടില് കാലം മുന്നോട്ട് പോയി, അമ്മയ്ക്ക് പ്രായമായി തുടങ്ങി, 19 വയസ്സാവാൻ തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് തോന്നി, ഈ പുത്രനും ഒരു ദിവസം എന്നെ വിട്ടുപോകും. പുത്രൻ പോകുന്നതിന് മുമ്പ് തന്റെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കണം? ഭഗവാനിലേക്ക്. അതൊന്നും അന്ന് ഭർത്താവിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ അച്ഛൻ പുത്രനിൽ നിന്ന് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാര്യ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുത്രനിൽ നിന്നതെല്ലാം മനസ്സിലാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കി. കപില സത്വസംഖ്യാത ഭഗവാൻ ആത്മമായ ജാതസ്വയം അജാ സാക്ഷാൽ ആത്മപ്രജ്ഞപ്തയേ നൃണം നഖ്യസ്യ വഷ്മണ പുംസം പരിഷ്ണ സർവയോഗിനം വിശ്രുതോ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തിമേ സവാം യദ്യൽ വിദത്തേ ഭഗവാൻ സ്വച്ഛന്ദാത്മാത്മമായാം താനിമേ ശ്രദ്ധദാനസ്യ കീർത്തിദാനെന്നു കീർത്തയാം. ഇവിടെ ശൗനകാദി മഹർഷിമാര് പറയാണ്, ഇവിടെ സാഖ്യശാസ്ത്രത്തെ പ്രകടിപ്പിക്കാനായിട്ട് വന്ന കപില ഭഗവാൻ അമ്മയായിരിക്കുന്ന ദേവിക്ക് വർണ്ണിച്ചതെല്ലാം ശ്രദ്ധദാനസ്യ, ശ്രദ്ധയുള്ള ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അത് കേട്ട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, വിതുരർക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിതരി പ്രസ്ഥിതേരണ്യം മാതു പ്രിയജിഗീഷയാം തസ്മിൻ ബിന്ദു സരസേവാൽസീൽ ഭഗവാൻ കപിലക്കിലാം. അച്ഛൻ ആരണ്യത്തിലേക്ക് പോയതിനു ശേഷം അമ്മയോടുകൂടി താമസിക്കുന്ന കപില ഭഗവാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കെ ഒരിക്കൽ അമ്മയ്ക്ക് തോന്നി, ഇനി ഈ പുത്രനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്റെ ജീവിതമൊന്നും ഉയർത്താൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തമാസീനമകർമാണം തത്വമാർഗാഗ്രദർശനം സ്വസ്തുതം ദേവഹുത്യാഹ ധാതു സംസ്മരതീവജാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പുത്രന്റെ അടുത്ത് എത്തിയിട്ട്
ആ പുത്രനെ പരമഗുരുവായി കണ്ടുകൊണ്ട്, പുത്രനായിട്ടല്ല കാണുന്നത്, തന്നെ ഉയർത്താൻ സാധിക്കുന്ന ഒരു ഗുരുവായി കണ്ടുകൊണ്ട് ആ അമ്മ പുത്രനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് പുത്രനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇനി നമുക്ക് കാപിലയോപാഖ്യാനം എന്നുള്ള ഭാഗത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രായമായ സ്വാമി ഇതൊക്കെ ഉള്ളിൽ കയറുമോ? പ്രായമായി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവുമോ എന്ന്. ഇവിടെ പ്രായമുള്ള അമ്മയാണ് ആര്? ദേവഹൂതി. 9 പ്രസവിച്ചവരുടെ പ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഏറെക്കുറെ ഒരു 10-60 വയസ്സാവില്ലേ? ഉണ്ടോ? 10-30 വയസ്സുണ്ട് കപില ഭഗവാന്. അപ്പൊ അമ്മയ്ക്ക് നല്ലോണം വയസ്സുണ്ടാവില്ലേ? ഭാരതത്തിലുണ്ടല്ലോ വയസ്സന്മാര് പോലും സാക്ഷാത്കാരം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രായത്തെ ഒരിക്കലും നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് ഒരു തടസ്സമായി വെക്കരുത്. പ്രായം ആർക്കേ ഉള്ളൂ? ചൈതന്യത്തിനോ ശരീരത്തിനോ? ശരീരത്തിന്. ആർക്കില്ല? മനസ്സിനുമില്ല. ഞാൻ കേൾക്കായല്ലോ, കേൾക്കുന്നുണ്ട്, എന്നാലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ഭാരതത്തിലെ ആളുകളുടെ ബുദ്ധി എന്ന് പറയുന്നത് അപാര ബുദ്ധി തന്നെയാണ്. ഭാരതം അത്രയും, അതുകൊണ്ടാണ് ആദരണീയമായിരിക്കുന്നത്. ഏത് പ്രായമുള്ളവർക്കും ആരിലേക്ക് തിരിയാം? ഭഗവാനിലേക്ക് തിരിയാം. ഇവിടെ വളരെ പ്രായമുള്ള അമ്മയാണ് തന്റെ പുത്രന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നത്, നിരവിന്നാനിതരാംബൂമൻ അസതീന്ദ്രിയ ദർശനൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭോം തസ്യത്വം തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യപാരകം ചക്ഷു ജന്മനാമന്തേ ലബ്ധം മേ ത്വദനുഗ്രഹൽ. ഉണ്ണി, ഈ അമ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇനി അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല. എല്ലാ സുഖങ്ങളും ഇന്ദ്രിയ ദർശനാൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഉണ്ണി. പക്ഷെ ഇപ്പോ അമ്മയുടെ മനസ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രപന്നാന്തം തമപ്രഭോം, അന്ധകാരത്തിലാണ്. ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അമ്മയുടെ മനസ്സിനെ മോചിപ്പിക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഉണ്ണി, തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യപാരകം, ഉണ്ണി അന്ധകാരത്തിൽ നിന്ന്, അവിവേകത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അമ്മയുടെ മനസ്സിനെ ലബ്ധം മേ ത്വദനുഗ്രഹൽ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഉയർത്തി തന്നാലും. എനിക്കറിയാം അങ്ങ് സാധാരണ എന്റെ പുത്രനല്ല. സാദ്യ ഭഗവാൻ പുംസം ഈശ്വരോ വൈ ഭവൻ കില ലോകസ്യ തമസാന്തസ്യ ചക്ഷുസൂര്യൈവോദിതാം. എപ്രകാരമാണോ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അന്ധകാരം നിൽക്കുന്നത്, അതുപോലെ ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഗുരുവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അവിടുന്ന്. അതുകൊണ്ട് ഈ അമ്മയെ ഒന്ന് അനുഗ്രഹിക്കൂ ഉണ്ണി, അമ്മയെ ഒന്ന് ഉയർത്തൂ. ആ പുത്രന്റെ പാതാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ്യാം നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. എല്ലാ അറിവുകളുമുള്ള, കഴിവുകളുമുള്ള, തത്വജ്ഞാനത്തിൽ അധിഷ്ഠിതനായിരിക്കുന്ന പരമഗുരുവായിരിക്കുന്ന ആ പുത്രരൂപത്തിലിരിക്കുന്ന ഗുരുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഉണ്ണി, അങ്ങയുടെ പാതാരവിന്ദത്തെ ഞാൻ നമസ്കരിക്കുന്നു നമാമി എന്ന് പറഞ്ഞ പുത്രനെ നമസ്കരിച്ചു. അതിനുശേഷം പുത്രൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തെയാണ് കാപിലയോപാഖ്യാനം എന്ന് പറയുന്നത്. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കണേ. 25-ാം അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാണകേ ഋഷീണം ശ്രോതുകാമാനം യോഗം സർവാംഗനൈഗുണം ചേതക്കലസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മദം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ അഹം മമ അഭിമാനോത്തൈ കാമലോഭാഭിർമലൈ വീതം യഥാ മനഃശുദ്ധം അതുക്കം അസുഖം സമം. ഇപ്രകാരം പറഞ്ഞു പോകുന്നു. അപ്പൊ ആദ്യത്തെ വരികൾ തന്നെ യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ. നിശ്രേയസിലേക്ക് ഉയരണമെങ്കിൽ ഏതിലേക്കാണ്? നിശ്രേയസ്. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ശ്രേയസ്, പൂർണ്ണമായ ശ്രേയസ്. എന്താ ശ്രേയസ് എന്നുള്ള പദത്തിനർത്ഥം? ശ്രേയസ് കൈവരിക്കുക എന്ന് പറഞ്ഞാൽ ഉന്നതിയാണോ താഴ്ചയാണോ? ഏറ്റവും ഉന്നതിക്കാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതമായൊരു അവസ്ഥ കൈവരിക്കണമെങ്കിൽ അതിനെന്ത് വേണം?
ആധ്യാത്മിക യോഗം വേണം. എന്താ പറഞ്ഞത്? ആധ്യാത്മിക യോഗം. ഈ ശബ്ദമുണ്ടല്ലോ, ആത്മീയത എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ? നമ്മളൊക്കെ ഇത് ഈ വരികൾ വളരെ ശ്രദ്ധിക്കണേ, നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. നമ്മളൊക്കെ ആത്മീയത എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അമ്പലത്തിൽ പോയി കുറച്ചു നേരം നാമം ചൊല്ലുക, അല്ലെങ്കിൽ പ്രദക്ഷിണം വെക്കുക, വഴിപാടുകൾ ചെയ്യുക, ഓരോരോ ക്ഷേത്രങ്ങളിൽ പോവുക, പിന്നെ ഓരോരോ ആധ്യാത്മികമായ ചടങ്ങുകളിൽ പങ്കെടുക്കലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഒരു ചോദ്യം നമ്മൾ ചോദിക്കാറില്ല. എന്താ ചോദ്യം എന്നറിയോ? ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? അപ്പൊ നമ്മൾക്ക് അതിന് അങ്ങനെ ഒരു ചോദ്യം നമ്മളിൽ ഉണ്ട്. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് ഇതൊക്കെ ചെയ്താൽ ആര് സന്തോഷിക്കും? ഭഗവാൻ സന്തോഷിക്കും. എവിടെ ഇരുന്ന് സന്തോഷിക്കും? സാധാരണ മനസ്സ്. ഇതൊന്നും കേൾക്കാത്ത ഒരാളാണെങ്കിൽ എന്താ പറയാ? അമ്പലത്തിലിരുന്ന് ഭഗവാൻ സന്തോഷിക്കും. അപ്പൊ നമ്മൾ അമ്പലത്തിൽ നല്ലവരും പുറത്തിറങ്ങിയാൽ അപകടമാണ്. ഇന്ന് സോക്കാളിന്റെ ഭക്തന്മാരെ നമ്മൾ അങ്ങനെയാ കാണുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലെത്തിയ വളരെ മര്യാദക്കാരാണ്. അമ്പലത്തിലും ചിലപ്പോൾ മര്യാദ ഇല്ലാതെ പെരുമാറുന്നവരുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത്ര അന്ധമായി ഉറപ്പിച്ചിരിക്കുകയാണ് അവിടെ അതിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ആര്? ഭഗവാൻ. ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇതൊന്നും കാണില്ല. ഭഗവാൻ കപിലൻ ആദ്യം അതിനെയാണ് മാറ്റുന്നത്. ആധ്യാത്മിക യോഗം എന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ അധ്യാത്മം എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് ഏതിനെന്നറിയോ? അധ്യാത്മം. ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ. അർജുനൻ ചോദിക്കുന്നുണ്ട്, കിമക്ഷരം കിമധ്യാത്മം. എന്താണ് കൃഷ്ണ അക്ഷരം? എന്താണ് കൃഷ്ണ അധ്യാത്മം? ഉടനെ ഭഗവാൻ അതിന് ഉത്തരം പറയുന്നത്, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യതേ. അക്ഷരം പരമം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്നത് അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ അർത്ഥം ക്ഷരമില്ലാത്തതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, അനശ്വരമാണ്. അപ്പൊ അധ്യാത്മം എന്ന് പറഞ്ഞാലോ കൃഷ്ണ, അധ്യാത്മം എന്നാൽ സ്വഭാവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം എവിടെയാ വരുന്നത്? സ്വഭാവം എവിടെയിരിക്കുന്നത്? ശരീരത്തിലോ മനസ്സിലോ? മനസ്സിലാണ്. അപ്പം അധ്യാത്മം സ്വഭാവമാണെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത്, ഇറ്റ് കണക്റ്റഡ് വിത്ത് മൈൻഡ് എന്ന് ഉത്തരവെടുക്കണം. ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കണം. ഇനി പറയണോ ആധ്യാത്മിക യോഗം എന്ന് പറഞ്ഞാലോ, മനസ്സിനെ യോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ യോഗം എന്നുള്ള ശബ്ദത്തിനും അർത്ഥമെടുക്കണം. യോഗം എന്നുള്ളതിന് 3 അർത്ഥങ്ങളാണ് ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. യോഗം, ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലയിടത്തും. ഗീതയിൽ തന്നെ 2-3 തവണ ഭഗവാൻ ആവർത്തിക്കുന്നുണ്ട്. ഗീതയിൽ 2-ാം അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകത്തിൽ പറയും, യോഗസ്തു കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയാം സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗമുച്യതേ. യോഗ എന്നുള്ള ശബ്ദത്തിനർത്ഥം സമത്വം യോഗമുച്യതേ. എന്താ പറയുന്നത്? സമത്വമാണ്. സമത്വം എന്ന് പറഞ്ഞാൽ ഏത് അനുഭവങ്ങളിലും മനസ്സ് സമമാവുന്നതിനെയാണ് യോഗ എന്നുള്ള ഒരു ശബ്ദത്തിന് ഭഗവാൻ, യോഗം എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ അവിടെ അർത്ഥം പറയുന്നത്. ഇനി മറ്റൊരു ദിക്കിൽ ഭഗവാൻ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ പറയും, 6-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സപ്നിതം സ നിശ്ചയേന യോക്തവ്യ യോഗോ അനിർവിണ്ണ ചേതസാം. തം വിദ്യാൽ, ഇതിനെ അറിഞ്ഞാലും. എന്താ യോഗ എന്ന് പറയുന്നത്? ദുഃഖ സംയോഗ വിയോഗം യോഗ. എപ്പോഴൊക്കെ മനസ്സ്